പൊതൻസസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മസാല ഫ്രൈ ആണ്. അതിനായിട്ട് ഞാനൊരു 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. അതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളകും 4 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടുകെണ്ണ നന്നായിട്ട് ചൂടാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയുടെ ചൂടൊന്ന് മാറിക്കഴിയുമ്പോഴേക്കും കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരു 15 മിനിറ്റത്തേക്ക് നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. കടുകെണ്ണ ഒരു 3 ടേബിൾ സ്പൂണുകളാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ചൂടായി വരുമ്പോഴേക്കും അതിൽ നിന്ന് നല്ലപോലെ പുക വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും തീ ഓണാക്കി കൊടുക്കുക. അതിലേക്ക് 1 ബേ ലീഫും 3 ഗ്രാമ്പൂവും 2 ചെറിയ കഷ്ണം പട്ടയും 2 ഏലക്കയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിക്കൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി അത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മസാലയൊക്കെ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മസാല ഫ്രൈ ആണ്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.